സാഹസിക രക്ഷാപ്രവർത്തകൻ ഷമീർ കരിമ്പ അന്തരിച്ചു. 42 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. ഉയരമുള്ള മരത്തിലും വെള്ളക്കെട്ടിലും ഇറങ്ങി നിരവധി പേരെ രക്ഷിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലെ സിൽക്യാര തുരങ്കത്തിൽ തൊഴിലാളികൾ അകപ്പെട്ടപ്പോഴും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായിട്ടുണ്ട്. നന്ദഗോപാൽ ചേരുന്നു. നന്ദഗോപാൽ, വലിയ നഷ്ടമാണ് ഷമീർ കരിമ്പയുടെ വിയോഗ വാർത്ത അറിയുമ്പോൾ. എങ്ങനെയായിരുന്നു മരണം സംഭവിച്ചത്? മറ്റു വിവരങ്ങൾ കൂടി. ധന്യ, ഈ ഒരു ഒന്നും നോക്കാതെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിക്കുന്നവർക്കിടയിലെ ഏറ്റവും വലിയൊരു നഷ്ടമായിരിക്കും ഒരുപക്ഷെ ഷമീർ കരിമ്പയുടെ ഈ ഒരു മരണം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഒരു ഉയരമാണെങ്കിലും അല്ലെങ്കിൽ ഏറ്റവും അപകടം പിടിച്ച ഒരു വെള്ളക്കെട്ടാണെങ്കിൽ പോലും ഷമീർ അവിടെ ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്തുമെന്നുള്ളതാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു നിസ്സഹായാവസ്ഥ വരുന്ന സമയത്ത് പലപ്പോഴും ഷമീർ കരിമ്പയാണ് ആ ഒരു പ്രദേശത്തേക്ക് എത്തിച്ച് രക്ഷാപ്രവർത്തനം നടത്താറുണ്ടായിരുന്നത്. ഏതായാലും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഉത്തരാഖണ്ഡിലെ സിൽക്യാര തുരങ്കത്തിൽ ഈ തൊഴിലാളികൾ കുടുങ്ങിയ സമയത്ത് രക്ഷാപ്രവർത്തനത്തിന് പോയ മലയാളികളിൽ ഒരാൾ ഇദ്ദേഹമായിരുന്നു. ഇദ്ദേഹത്തെ പ്രത്യേകം അങ്ങോട്ട് ക്ഷണിക്കുകയായിരുന്നു. ഒപ്പം തന്നെ ഈ ബാബു കുറുമ്പാച്ചി മലയിൽ കുടുങ്ങിയ സമയത്ത് രക്ഷാപ്രവർത്തനത്തിന് മുന്നിൽ നിന്നൊരു വ്യക്തി കൂടിയാണ് ഷമീർ. അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിലെ സജീവ പങ്കാളിയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം തന്നെ രൂപം നൽകിയ ഒരു കൊളുത്തുണ്ട്, കരിമ്പ കൊളുത്ത് എന്നാണ് പറയുക. ഈ കൊളുത്ത് ഉപയോഗിച്ച് ഏതൊരു ഇറക്കത്തിലേക്കും ഇറങ്ങാം, ഏതൊരു കയറ്റവും കയറാം എന്നുള്ളതാണ് പരസഹായമില്ലാതെ. അപ്പോൾ ഈ ഒരു കൊളുത്തിന് വേണ്ടിയിട്ട് കാശ്മീർ വരെ ഇദ്ദേഹത്തെ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ പ്രത്യേകം ഇദ്ദേഹത്തിന് പരിശീലനം ഉൾപ്പെടെ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെയുള്ളവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ കാര്യങ്ങളിൽ പ്രസിദ്ധനായ ഒരു വ്യക്തിയായിരുന്നു. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വയം വാഹനം ഓടിച്ച് കല്ലടിക്കോട് പോവുകയായിരുന്നു. ഇവിടെ നിന്നും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് പോകും വഴിയാണ് മരണം സംഭവിച്ചത്. ശരി നന്ദഗോപാൽ. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.